അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 33-ാം വാക്യം 2-ാം ഭാഗം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവഭക്തനായിരുന്ന കൊർന്നല്യോസ് തൻ്റെ അടുക്കൽ പ്രത്യക്ഷനായ ദൈവദൂതന്റെ നിർദ്ദേശാനുസരണം പത്രോസിനെ ക്ഷണിച്ചു വരുത്തി പറഞ്ഞ ഈ വാക്കുകളിൽ നിന്ന് രണ്ട് പ്രധാന കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, കർത്താവ് കൽപ്പിച്ചതൊക്കെയും കേൾക്കാൻ തയ്യാറാവുക. രണ്ട്, പ്രസംഗിക്കുന്നത് പത്രോസ് ആണെങ്കിൽ കൂടെ പറയുന്നത് ദൈവകൽപ്പനയാകയാൽ തങ്ങൾ ഒരു മനുഷ്യന്റെ മുന്നിലല്ല ദൈവത്തിന്റെ മുന്നിൽ ഇരിക്കുന്നു എന്ന ബോധ്യം ഉണ്ടായിരിക്കുക. നാം എല്ലായ്പ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പനകളാണോ അതോ നമ്മുടെ മനസ്സിന് ഇമ്പമായ കാര്യങ്ങളാണോ? യഥാർത്ഥ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയണമെങ്കിൽ നാം ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് കാതോർക്കണം. നമ്മുടെ നിത്യതയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നതിനാൽ ദൈവത്തിന്റെ സത്യവചനം യഥാർത്ഥമായി നമ്മിൽ പാപബോധം വരുത്തുന്നതും ആഴമായ മാനസാന്തരം ഉളവാക്കുന്നതുമായിരിക്കും. ഏതൊരാളും പ്രസംഗിച്ചുകൊള്ളട്ടെ, സത്യവചനം പ്രസംഗിക്കുന്നിടത്തോളം നാം ഇരിക്കുന്നത് കേവലം ഒരു പ്രസംഗകന്റെ മുന്നിലല്ല, ദൈവത്തിന്റെ മുന്നിലാണ്. നമ്മോട് സംസാരിക്കുന്നത് ദൈവമാണ്. സത്യമായ ദൂതുകൾ പലപ്പോഴും നമുക്ക് വേദനയുളവാക്കുന്നവയായിരിക്കും, പക്ഷേ അതൊരിക്കലും നമുക്ക് ദോഷം വരുത്താനുള്ളവയായിരിക്കില്ല. ഇപ്പോഴും എപ്പോഴും നമ്മോട് കൂടെ വസിക്കേണ്ടതിന് ദൈവം ആഗ്രഹിക്കുന്നതിനാൽ അതിന് നമ്മെ യോഗ്യന്മാരാക്കുക എന്നതാണ് അവയുടെ ലക്ഷ്യം. ഇന്നും ദൈവത്തിന്റെ മുമ്പിലിരുന്ന് ദൈവം കൽപ്പിച്ചത് കേട്ട് അനുഗ്രഹിക്കപ്പെടാം. ഗോഡ് ബ്ലസ് യു.